പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്ന കൂടുതൽ ഇവിടെ ഉണ്ട്. ഞാൻ ഇരവിപേര് പോവാണ്. അവിടെ YMA ലൈബ്രറിയുടെ പരിപാടിയാണ്. അതിനുശേഷം പത്തനംതിട്ട ടൗണിൽ കാണും. എങ്ങോട്ടും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് വിനുമോനൊന്ന് പറയണ്ടേ, ഇവരിവിടെ വന്നിട്ടുണ്ടെന്നൊന്ന് ഫോൺ ചെയ്ത് പറയണ്ടേ. ഞാൻ ഇങ്ങനെ വരത്തില്ലായിരുന്നോ? അവരും നിങ്ങളും കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് അവര് വന്നിട്ട് അവര് പോയി കഴിഞ്ഞ് ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ ശരിയാണോ? നിങ്ങളോടല്ലേ അവര് പറഞ്ഞിട്ട് വരിക. അവര് ഫോൺ ചെയ്തിട്ടല്ലല്ലോ, എന്നെ ഫോൺ ചെയ്തിട്ടല്ലേ വരിക. ഒരു പോലീസ് സേനാവും വേണ്ട, പാർട്ടി പ്രവർത്തകര് അവിടെ ഉണ്ടാകും. അതില് ഒരു പ്രശ്നവും ഇല്ല. വിനുവിനെ ഫോൺ ചെയ്ത് അവർ വരുന്നത് പോലെ എന്നെ ഫോൺ ചെയ്തിട്ടല്ലല്ലോ വരുന്നേ. അല്ല, അന്നേരം അവര് പോയി കഴിഞ്ഞ് വന്നു എന്ന് പറഞ്ഞപ്പോഴേ പിന്നെ എങ്ങനെയാ വന്നേ? അല്ല, വിനു എങ്ങനെ വന്നു? അല്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടെന്നേ. അല്ല, ഈ ഒറ്റപ്പെട്ടാന്ന് നിങ്ങളുടെ ഭാഷയിലെ ആരോഗ്യ വകുപ്പിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ചാനൽ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ കരുവാറ്റയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇതേ ഒരു സംഭവം ഉണ്ടായപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോ? ചെയ്തോ? വിനുമോഹൻ പത്തനംതിട്ട ജില്ലയിലുള്ള ആളല്ലേ? 10 വർഷം മുൻപ് ജനറൽ ആശുപത്രിയിൽ ഒരു ഹൃദ്രോഗ ചികിത്സാ വിഭാഗം ഉണ്ടായിരുന്നോ? അടൂര് ഒരു കെട്ടിടങ്ങൾ, എത്ര പുതിയ കെട്ടിടങ്ങൾ. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഒന്നാന്തരമായി 52 കോടി രൂപയുടെ പുതിയ കെട്ടിടങ്ങൾ. കോഴഞ്ചേരിയിൽ 30 കോടി രൂപ കെട്ടിടം പൂർത്തിയായി. കോന്നി താലൂക്ക് ആശുപത്രിയിൽ, ശബരിമലയുടെ ബേസ് ഹോസ്പിറ്റലാണ് ജനറൽ ആശുപത്രി. ശബരിമലയ്ക്ക് ഏറ്റവും അടുത്തുള്ള റാന്നി ആശുപത്രിയിൽ കിഫ്ബിയുടെ കെട്ടിടം പൂർത്തിയാവുന്നു. ഒരു മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കി. അവിടെ NMCയുടെ അഡ്മിഷൻ യാഥാർത്ഥ്യമാക്കി. അവിടെ 4ാം വർഷത്തിലെ കുട്ടികൾ പഠിക്കുകയാണ്. അവിടെ ഒരു നഴ്സിംഗ് കോളേജ്. പത്തനംതിട്ടയിൽ ഒരു ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ്. തിരുവല്ലയിൽ പുതിയ കെട്ടിടം. അതുപോലെ എഴുമറ്റൂരിൽ പുതിയ കെട്ടിടം. ചിറ്റാറിൽ അമ്മയും കുഞ്ഞും കെട്ടിടം. ഏത് കാലത്താണ് ഇത് നടന്നത്? അപ്പോൾ ആരോഗ്യ മേഖലയിൽ ഏത് പ്രശ്നത്തെക്കുറിച്ചാണ് പറയുന്നത്? ഇനി ഒറ്റ കാര്യം പറയട്ടെ, ആരോഗ്യ മേഖലയിൽ, സർക്കാർ ആരോഗ്യ മേഖലയിൽ ആശ്രയിക്കുന്നത് സാധാരണക്കാരാണ്. നിസ്സഹായരായിട്ടുള്ള, ശബ്ദമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ആശ്രയിക്കുന്നത്. അങ്ങനെ ആശ്രയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാകണമെന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ലഭ്യമാക്കാത്ത ആർക്കെതിരെയും നടപടി ഉണ്ടാകും എന്നുള്ളതാണ്. ഞാൻ ഇത്രയും പറയാൻ കാരണം, അവർ പോയി കഴിഞ്ഞാണോ ഇവിടെ എത്തുന്നതെന്ന് വിനുമോൻ ചോദിച്ചുകൊണ്ടാണ്. അവരെന്നെ ഫോൺ ചെയ്തിട്ടല്ല വരുന്നത്. അത് നിങ്ങളൊക്കെയാണ് ഫോൺ ചെയ്തിട്ട് വരിക. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അത് അവരുടെ അജണ്ടയാണ്. എന്തുകൊണ്ടാണ്? കേരളത്തിലെ സ്വകാര്യ ആശുപത്രിയിലെ, സ്വകാര്യ ആരോഗ്യ മേഖലയിലെ കുത്തകകൾ വന്ന് ഇവിടെ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു. ആ കുത്തകകൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് മാത്രമല്ല, പെർഫോം ചെയ്യാത്ത ഒരു വകുപ്പാണെങ്കിൽ ഇത്ര സമരം ഉണ്ടാവുമോ? ഏറ്റവും മികച്ച നിലയിൽ ആരോഗ്യ മേഖലയിൽ മാറ്റങ്ങൾ, ചികിത്സാ സംവിധാനങ്ങൾ, അതിൽ കൺമുന്നിലുള്ള പത്തനംതിട്ട ജില്ലയിലുള്ള കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പത്തനംതിട്ട ജില്ലയിലെ നമ്മുടെ ആശുപത്രികളിലുള്ള മാറ്റം മാത്രമാണ് പറഞ്ഞത്. അങ്ങനെ മറ്റ് 13 ജില്ലകളിലും ഇതേപോലെയാണ് സാധ്യമായിട്ടുള്ളത്. നമ്മുടെ തൊട്ടടുത്ത് അടുത്ത ജംഗ്ഷനിലേക്ക് പോയാൽ അവിടെ ജനകീയാരോഗ്യ കേന്ദ്രമുണ്ട്. ചന്ദനപ്പള്ളി ഇവിടെ നിന്ന് അങ്ങോട്ട് സഞ്ചരിച്ചാൽ അവിടെ 2 കോടി രൂപയുടെ പുതിയ ബ്ലോക്ക് യാഥാർത്ഥ്യമാകുകയാണ്. ഇവിടെ ഒരു ആയുർവേദ ആശുപത്രിയുണ്ട് തൊട്ടടുത്ത്. ആ ആയുർവേദ ആശുപത്രി നമ്മുടെ നാട്ടിലൊക്കെ കഷായ ആശുപത്രി എന്നാണ് പറയുന്നത്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ വന്ന് ചികിത്സ എടുക്കുന്ന ഒരാശുപത്രിയാണ്. അവിടെ പുതിയ കാലത്തിൻ്റെ നിർമ്മാണം 15 കോടിയോ 10 കോടി രൂപ അനുവദിച്ച് പുതിയ കെട്ടിടം പണിയാനായിട്ട് പോവുകയാണ്. അപ്പോൾ മനുഷ്യസാധ്യമായിട്ടുള്ളതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഈ പ്രതിഷേധം? എനിക്കതാണ് ചോദിക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.